ആൽഫ ബീറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് 4 തരംഗങ്ങൾ ഏതൊരു മനുഷ്യന്റെ ഇവിടെ പോകുന്നുണ്ട്. സത്വ രജ തമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണ ശൈലിയിൽ പറയുന്നത്, ഇംഗ്ലീഷ് നമ്മുടെ സയൻസിൽ പറയുകയാണെങ്കിൽ ആൽഫ ബീറ്റ തീറ്റ ഡെൽറ്റ. ഓക്കെ, ഈ ആൽഫ തരംഗങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ചിന്തയ്ക്കും പ്രവർത്തിക്കൊക്കെ അനുസരിച്ച് ഇതിലുള്ള തരംഗങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഈ ആൽഫ എന്ന് പറഞ്ഞ തരംഗമാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് വരേണ്ടത്. ഈ ആൽഫ തരംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സത്വഗുണം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആൽഫ തരംഗങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? ഈ ആൽഫ തരംഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്ഷേത്രത്തിലും പള്ളിയിലൊക്കെ പോകുന്നത്. ആൽഫ തരംഗങ്ങളല്ല. അപ്പൊ നമ്മളിലുണ്ടാവും. അതായത് കുറച്ച് വളരെ ഡീപ്പായിട്ട് പറയുന്ന വിഷയം. അപ്പോൾ ഈ ചിന്മുദ്ര എന്ന് പറയുന്ന ഈ സാധനം ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിന്റെ ഞരമ്പുകളൊക്കെ നമ്മുടെ കയ്യിലാണ് എൻഡ് ചെയ്യുന്നത്, കയ്യും കാലും എൻഡ് ചെയ്യുന്നത്. അപ്പൊ അതല്ല ഈ നമ്മുടെ ഈ കയ്യിലെ 5 ഇത് അഗ്നിയെയും വായുവിനെയും, അഗ്നി വായു നമ്മുടെ ശരീരത്തിലെ പഞ്ചതത്വങ്ങളുടെ അഗ്നിയെയും വായുവിനെയും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തലച്ചോറിൽ 2 ഞരമ്പും ഏത് മനുഷ്യന്റെ ശരീരത്തിലാണോ ഇവിടെ കണക്റ്റഡ് ആകുന്നത്. അപ്പൊ ആ വ്യക്തി നിന്നും ആൽഫ തരംഗങ്ങൾ സത്വഗുണം ഒരുപാട് നല്ല സംവിധായകര്, പേര് പ്രശസ്തിയുള്ള നല്ല സംവിധാനം പിടിക്കുന്ന സിനിമകൾ ഇവിടെ പൊട്ടിപ്പൊടിന് ഒരു നിലവാരമില്ലാത്ത സിനിമകൾ ഇറങ്ങിയിട്ടും അവരെ അങ്ങനെ വിമർശിക്കാതെ താങ്കളെ കിട്ടിയപ്പോൾ, താങ്കളുടെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ താങ്കളെ അങ്ങനെ ആക്രമിക്കുന്ന ആ വിമർശകരോട് താങ്കൾക്ക് എന്താ പറയാം? ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഓരോരുത്തരം അസൂയാണ്, അല്ലെങ്കിൽ വേറെ നമുക്ക് അത് അസൂയൻ മാത്രം അതിനോട് പറയാം. ജനറേഷൻ എല്ലാവരും മനസ്സിലാക്കുന്ന വെച്ചാൽ ഞാനൊരു കലാകാരൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുട്ടിട്ട കോഴിക്ക് മൂലത്തിന്റെ ചൂടാവുള്ളൂ. അത് ഇറക്കിയ പൈസ എനിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ എന്റെ സോങ്സ് ഹിറ്റായി വന്നപ്പോൾ ഒരു സോങ് 2 മാസത്തിൽ 25 ലക്ഷം ആളുകൾ കാണുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു കമ്പനി ഇതിന് ശരിക്കും നമുക്ക് തന്നെ കൂടുതൽ ഗുണം ഉണ്ടാക്കാം, പക്ഷെ അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതിനാൽ ഇപ്പൊ ഒരു കമ്പനി എന്നോട് പറഞ്ഞത് സന്തോഷ് സാർ ഏതെങ്കിലും ഒരു സോങ്ങിൽ അഭിനയിച്ചാൽ അത് ഞങ്ങൾക്ക് തന്നോളൂ, ഒരു നിശ്ചയ പൈസ കൊടുക്കുന്നു. ഇതാണ് ഇന്റർനെറ്റ് റൈറ്റ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരു നടനും അവരഭിനയിക്കുന്ന സിനിമയ്ക്കായിട്ടുള്ള റൈറ്റ് ഇല്ല. എനിക്കൊരു ഞാൻ ജാട പറഞ്ഞല്ല ഞാൻ ഒരു സോങ്ങിൽ അഭിനയിച്ചപ്പോൾ റൈറ്റ് കിട്ടും. അതിപ്പോ നാളെ വെച്ചാൽ വേറെ നടൻ വന്നാൽ നമ്മൾ നമ്മള് ഒരു ആകാശത്തോടും കാത്തുന്ന രമണി പറഞ്ഞ കഥാ സിനിമയിലെ നമ്മുടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഭിവന്ധ്യ സുഹൃത്തും സൂപ്പർ സ്റ്റാറുമായ സന്തോഷ് പണ്ഡിറ്റിനെ ആത്മമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കൊണ്ട് കത്തിക്കാം, ബാക്കിയുള്ള എല്ലാവരും കൊണ്ട് കത്തിക്കാം. ആകാശിയുടെ പറന്ന് നടക്കുന്ന പക്ഷേ ഏലി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണി പാറും. വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു സൈഗിട ഞാൻ വളരെ
എൻജോയ് ചെയ്തൊരു പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും ആ പരിപാടി വേറൊരു പേര് സുലുമാൻ എന്ന പേര് വരികയും അത് ഞാൻ തന്നെ രമണി പറഞ്ഞ കഥയ്ക്ക് വേണ്ടി വന്നാണെങ്കിൽ കൂടി എങ്ങനെ പോയാലും അത് ഒരിക്കലും ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷം. ഈ ആദ്യത്തെ എപ്പിസോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സന്തോഷ് പണിക്കാരനെ ഹാർദവമായി കോർഡിയലായിരുന്നു.